ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 80% മുടി കൊഴിച്ചിൽ താഴ്ന്നതാക്കാം. ഹെയറിന്റെ ഹെൽത്തിന് വേണ്ട 5 ഫുഡ് ഐറ്റംസ് കൂടി പറയുന്നു. ഒന്നാമത്തേത് ഓവർ കോമ്പിങ്. അമിതമായി മുടി വാരുന്നത് കൊണ്ട് നമ്മുടെ സ്കാർപ്പ് ഏരിയ ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തേത് വളരെ ശക്തിയായി മുടി തോർത്തുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹെയർ ടോട്ടലി ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തേത് നനഞ്ഞ മുടിയോടുകൂടി മുടി ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടി വലിഞ്ഞു പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ. ആറാമത്തേത് ഷാമ്പു പോലെയുള്ള എക്സ്ട്രാ സോഴ്സ് ഡെയിലി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഷാമ്പു ആഴ്ചയിൽ 2-3 തവണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് മാത്രം ഷാമ്പു യൂസ് ചെയ്യുക. അഞ്ചാമത്തേത് ചൂടുവെള്ളം കൊണ്ട് തല കഴുകുന്നത്. അതുവഴി നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട്. ആറാമത്തേത് അമിതമായ ഓയിൽ യൂസേജ്. ആഴ്ചയിൽ 2 തവണയെങ്കിലും മസാജ് ചെയ്യാൻ ശ്രമിക്കുക. നഖങ്ങൾ കൊണ്ട് ഒരിക്കലും മസാജ് ചെയ്യാൻ ശ്രമിക്കരുത്. ഏഴാമത്തേത് നമ്മുടെ മുടിയുടെ സ്ട്രക്ചറിനനുസരിച്ചുള്ള ഹെയർ ട്രീറ്റ്മെന്റ് പ്രൊഡക്ട്സുകൾ മാത്രം യൂസ് ചെയ്യുക. ഓരോ ബ്രാൻഡ്സിനും പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എട്ടാമതായി ഡേർട്ടി കോംബ് യൂസ് ചെയ്യുന്നത്. വൃത്തിയില്ലാത്ത ചീർപ്പ് കൊണ്ടും മറ്റുള്ളവർ യൂസ് ചെയ്ത ചീർപ്പ് കൊണ്ടും മുടി വരുമ്പോൾ നമ്മുടെ മുടിയിലെ ഫംഗസ് ബാക്ടീരിയ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒമ്പതാമതായി മറ്റുള്ളവർ യൂസ് ചെയ്ത ഹെൽമെറ്റുകള് ക്യാപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് പല ആളുകൾക്കും പലതരത്തിലുള്ള സ്കിൻ രോഗങ്ങളും. അവസാനമായിട്ട് പറയാൻ പോകുന്നത് ഇന്റർണൽ കെയറിങ്. ഹെയറിന്റെ ഹെൽത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് ഫുഡിലൂടെ പ്രൊവൈഡ് ചെയ്യുക. ഹെയറിന്റെ ഹെൽത്തിന് ആവശ്യമായ നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട 5 ഫുഡ്